യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക. ട്രെയിൻ നമ്പർ 2250. മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ട്. ആർപ്പോ ഇറോ മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ട്. ഞാനല്ല അവരെന്നെ അടിച്ചത്. അത് അവിടെ ചെന്ന് തീരുമാനിക്കാം. അല്ല അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം. അല്ല അത് അവിടെ ചെന്നിട്ട് ഒരു സ്ത്രീയെ പൊതുസ്ഥലത്ത് വെച്ച് തെറി വിളിക്കാൻ മാത്രം ആയോടാ നീ? യു മേൽ ഷോവിനിസ്റ്റ്, യു പ്രകൃതി വിരുദ്ധൻ. ഐ വിൽ ഷോ യു. ഒറ്റെണ്ണത്തിന് വെറുതെ വിടാൻ പോകുന്നില്ല ഞാൻ. എല്ലാത്തിനും ജയിലിലേക്ക്. താൻ എന്ത് മാങ്ങാ തുലിയാണ് അവിടെ കാണിക്കുന്നത്? എന്താ അവിടെ സംഭവിക്കുന്നത്? ചില പൊട്ടലും ചീറ്റിലും ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ. ഞാൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറുമ്പോൾ ആദ്യം കുറച്ചുപേര് നടന്നു വന്നിട്ട് അവിടെ ഉന്തും തൊള്ളും ഉണ്ടായി. പക്ഷെ ഞാൻ നടന്നു വന്നപ്പോൾ എനിക്ക് കഴുത്താനൊരു മിനിറ്റുകൾക്കകം അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഒന്നുകൊണ്ട് ഭയപ്പെട്ട സാധിച്ചാൽ ഒന്ന് ബോധം കിട്ട വില കിടന്നോ. ഞാൻ എവിടെ? അവിടെ. അവനല്ലേ ഇവനാ? ഓഹോ ഇത് പിടിച്ചേ. മൊത്തം അങ്ങോട്ട് പോരാ, കുറച്ചുകൂടെ ഭീകരത ഉണ്ടായിരുന്നെങ്കി. ഈ ഫോട്ടോയ്ക്ക് ഒരു അടിക്കുറിപ്പ് എഴുതിക്കോളൂ. നൊമ്പരത്തിൽ ഒരു സാന്ത്വനം. പരിക്കേറ്റ പാർട്ടി പ്രവർത്തകനെ കണ്ട് വെള്ളിക്കാല പൊട്ടിക്കരയുന്നു. ശ്രീ വെള്ളിക്കാല. ഞങ്ങൾ ഇപ്പൊ പോണു. ഇതിനോടനുബന്ധിച്ച് നിരവധി കാര്യങ്ങൾ ഞങ്ങൾക്ക് പ്ലാൻ ചെയ്യാനുണ്ട്. A few moments later. ICUവിൽ നിന്ന് മന്ത്രിക്കൊപ്പം നഴ്സുമാർ എടുത്ത സെൽഫി വിവാദമായിരുന്നു. ആ സെൽഫി എടുത്തതിലാണ് ഇത്തരം ഒരു പ്രതികരണം വന്നത്. ഏറ്റവും ഒടുവിൽ വന്ന മെഡിക്കൽ ബുള്ളറ്റിനിലും മന്ത്രി പരിയാരത്ത് തന്നെ തുടരേണ്ട ഒരു സാഹചര്യം ഉണ്ട്, യാത്ര ഇപ്പോൾ വേണ്ട എന്ന തരത്തിലാണ് കാര്യങ്ങൾ വന്നത്. അവനെ കാണാനില്ല. പുലർച്ചെ 4 മണിയോടുകൂടി ആരോഗ്യമന്ത്രി വീണ ജോർജിനെ പരിയാരത്തെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. അവർ റോഡ് മാർഗം തിരുവനന്തപുരത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് പെട്ടെന്ന് ഈ ഡിസ്ചാർജ് ഉണ്ടായത്? കാരണം ഇന്ന് പുലർച്ചെ 4 മണിക്ക് പുറപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇതുവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയിട്ടില്ല. പരിയാരത്ത് നിന്നും തുടർ ചികിത്സയ്ക്കായി തിരുവനന്തപുരത്തേക്കാണ് മന്ത്രിയെ റഫർ ചെയ്തത്. ആരോഗ്യമന്ത്രി എത്തുന്നതായി അറിയിപ്പ് കിട്ടിയിട്ടില്ല എന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിക്കുന്നത്.